ഇത് നമ്മുടെ ഒരു പുതിയ സുഹൃത്തിനെ നമ്മൾ പരിചയപ്പെട്ടു. നമ്മുടെ ലക്ഷ്യം ചോദിച്ചാൽ മതി എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്താണ് ഇങ്ങനെ വണ്ടിയിൽ നിങ്ങളെ കണ്ടുല്ലോ അപ്പോഴാണ് ഞാൻ പറയേണ്ടത്. ഓക്കെ, ഇതെന്താ നമ്മുടെ ലക്ഷ്യം എന്താ ഈ നാടൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാനൊരു ജൈവ കർഷകനാണ്. പ്രകൃതിക്ക് അനുസൃതമായി ജൈവ കൃഷി ചെയ്യുന്ന മണ്ണിന്റെ ജീവനെ നിലനിർത്തിക്കൊണ്ട് അതിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഞാൻ. 15 വർഷക്കാലം ഗൾഫിലായിരുന്നു. എല്ലാ തരം മോഡേൺ ടെക്നോളജിയും എല്ലാം കണ്ടു. ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടലിലാണ് ഞാൻ ജോലി ചെയ്തത്. അവിടെ വരുന്ന ഏറ്റവും വലിയ VIP ഏതു മനുഷ്യനായാലും ഭക്ഷണം വേണം, തീർച്ചയായിട്ടും ആർക്കും ഭക്ഷണം വേണം. അപ്പൊ ഈ ഭക്ഷണം വിഷമില്ലാത്തതായിരിക്കണം എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ആർക്കും അറിയില്ല. സിന്തറ്റിക് ആകരുത്. അപ്പൊ അങ്ങനെ ഞാൻ കൃഷിയിലേക്ക് വന്നപ്പോൾ അത് ജൈവ കൃഷി തന്നെ ആകണമെന്നും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ടുള്ള കേരളമൊട്ടാകെ കർഷകരുടെ കൃഷിയിടങ്ങളിൽ സഞ്ചരിച്ചു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി കർഷകർ മുഴുവൻ പറയുന്നത് കൃഷി നഷ്ടമാണെന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പല കർഷകരുടെയും നഷ്ടം അവരുടെ അറിവില്ലായ്മയാണ്. അറിവില്ലായ്മയ്ക്കൊരു കാരണമുണ്ട്. നേരായ വഴിയാണെങ്കിൽ അതല്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് അത് ദോഷം ചെയ്യും. അറിവ് തന്നെയാണ് അറിവില്ലായ്മ. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാൻ പോയി. ഒരു 400-ൽ പരം പഴവർഗ്ഗങ്ങളും എല്ലാ തരം പച്ചക്കറികളും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അത് ഈ കഴിഞ്ഞ വർഷത്തെ അക്ഷയശ്രീ അവാർഡിലെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച ജൈവകർഷകനുള്ള അക്ഷയശ്രീ അവാർഡ് ജേതാവായി. അവിടെ നിന്ന് കൂടുതൽ പഠിക്കാനായി MG യൂണിവേഴ്സിറ്റി കോട്ടയത്ത് ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് പഠിക്കാൻ ഞാനും എൻ്റെ ഭാര്യയും അഡ്മിഷൻ കിട്ടി. അവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ വർഷങ്ങളോളം അവർ റിസർച്ച് നടത്തിയും ഇതും കിട്ടിയ അറിവ് നമുക്ക് ആ ഒരു ക്ലാസ്സിലൂടെ തന്നപ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ടെന്നും പഠിച്ചതെല്ലാം അറിഞ്ഞതെല്ലാം കടുകോളാണെന്നും പഠിക്കാനുള്ളത് കടലോളം ഉണ്ടെന്നും മനസ്സിലായി. പിന്നീട് ഞാനും എൻ്റെ കുടുംബവും ഇങ്ങനെ സഞ്ചാരമാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇന്ന് എല്ലാവരും പറയുന്ന ഈ വികസനം എന്ന് പറഞ്ഞാൽ വലിയ വലിയ മാളുകളും ഇതുകളും ആണ് വികസനമായിട്ട് കാണുന്നത്. പക്ഷെ എനിക്ക് തോന്നിയത് ഇപ്പോൾ എവിടെ നിന്ന് നമുക്ക് പ്രാണവായു കിട്ടും? അങ്ങനെ നമുക്ക് ഇന്ന് മരങ്ങൾ വെട്ടിമാറ്റപ്പെടുന്നു, ജൈവ രീതിയിലുള്ള കൃഷികൾ കാണുന്നില്ല, രോഗങ്ങൾ കൂടുന്നു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പേടിക്കണ്ട, രോഗം വരാതിരിക്കാൻ പ്രകൃതി തന്നെ തന്നിട്ടുണ്ട്. രോഗം വന്നതിന് ശേഷമുള്ള കാര്യത്തിന് ഉറപ്പാക്കുന്നത്. അതെ, അപ്പൊ പ്രകൃതി തന്നെ വിധിച്ച ഭക്ഷണത്തിലൂടെ നമുക്ക് ഒരു രോഗം വരില്ല എന്ന് നമുക്ക് ബോധ്യമായി. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് എല്ലാവർക്കും പ്രാണവായു. അത് നമുക്ക് ഒരേ ഒരു മാർഗമുള്ളൂ, സസ്യങ്ങളിൽ നിന്നാണ്. അപ്പൊ ഈ ലക്ഷം തൈ നടണമെന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ല ചെലവുള്ള കാര്യമല്ലേ? എങ്ങനെയാണ് അതിന്റെ? ഇന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോ എല്ലാവരും പറയുന്നു ജൈവ കൃഷി നഷ്ടമാണെന്ന്, ചെലവ് കൂടുതലാണെന്ന്. പക്ഷെ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഏറ്റവും ചെലവ് കുറവ് അതാ. കാരണം പ്രകൃതി തന്നെ എല്ലാം തരുന്നുണ്ട്. അതിനുള്ള തിരിച്ചറിവ് ഉണ്ടായാൽ മതി, അതുമായിട്ട് നമ്മൾ പരിചയപ്പെട്ടാൽ മതി. നമ്മളെ പഠിപ്പിച്ചത് എന്താ? കരിയിലകൾ വീഴുന്ന കരിയിലകൾ 100% എനർജിയുള്ള ആ കരിയിലകളെ കത്തിച്ച് ചാരമാക്കി ചാരം വളമാണെന്ന് പഠിപ്പിക്കുന്നു. 100% ഇരിക്കുന്ന എനർജിയെ 2% ചാരത്തിനെ നമ്മൾ വളമാണെന്ന് പറയുന്നു. ചുട്ടുകരിക്കുന്ന ഭൂമി, അതിന്റെ സൂക്ഷ്മജീവികൾ നഷ്ടപ്പെട്ടു, അതിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. അതിലാണ് നമ്മൾ കൊണ്ട് തൈ വയ്ക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ നമ്മൾ ചപ്പുചവറുകൾ, ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു 600ഓളം ചാക്കുകൾ ഓരോ വീടുകളിൽ ഓരോ ചാക്കുകൾ കൊടുത്തുക. നിങ്ങൾ അടിച്ചു കൂട്ടുന്ന ചപ്പുചവറുകൾ കത്തിക്കരുത്, കരിയില കത്തിക്കരുത്, ചാക്കിൽ നിറച്ചു വെക്കൂ. നിറഞ്ഞു കഴിയുമ്പോൾ എന്നെ വിളിക്കൂ. ഒരു മുറം വിഷമില്ലാത്ത പച്ചക്കറി നിങ്ങൾക്ക് സമ്മാനമായി തന്നുകൊണ്ട് ഞാൻ അത് കൊണ്ടുപോയി കമ്പോസ്റ്റ് ആക്കാണ്. എവിടെ എനിക്ക് ചെലവ്? എൻ്റെ കയ്യിൽ വെച്ചൂർ പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, കരിങ്കോഴിയുണ്ട്, നാടൻ കോഴിയുണ്ട്, താറാവുണ്ട്, മൊയിലുണ്ട്, പക്ഷികളുണ്ട്, എല്ലാം. ഇതിന് കൊടുക്കുന്ന അവിടെ തന്നെ പ്രകൃതി തരുന്ന അവിടെ തന്നെ വരുന്ന പുല്ലും ആ ഇതുകളുമാണ് അത് ഭക്ഷിക്കുന്നത്. ആ പുല്ലിനെ അവശിഷ്ടങ്ങളും കാഷ്ടം ഇതൊക്കെ ആയിട്ട് നമുക്ക് നല്ല ജൈവ വളമാക്കി തരുന്നു. ഇതിനെവിടെ നമുക്ക് ചെലവ്? ഇല്ല. പിന്നെ ഈ മരം നടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പറയുന്നു
പഴം നിങ്ങൾ കഴിച്ചോളൂ, വിത്ത് എനിക്ക് തരൂ. ആ വിത്ത് ഞങ്ങൾ മുളപ്പിച്ച് തൈയാക്കി അതാണ് നമ്മൾ നട്ടുകൊടുക്കുന്നത്. ഇതിനെവിടെ എനിക്ക് ചെലവില്ല. ഇതിനുള്ള സ്പേസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഓരോ സ്ഥലത്ത് ആൾക്കാർ, താല്പര്യമുള്ള ആൾക്കാരല്ലേ, ഇത് ഇഷ്ടംപോലെ ആളുകൾ വിളിക്കും. നമ്മളുടെ ഈ പ്രവൃത്തി കണ്ട് വിളിക്കും. ദേ മോനെ, മാവുമെന്ന് വീണ് കുറെ മാങ്ങണ്ടി ഉണ്ട്, ചിലപ്പോൾ മുളച്ചിട്ടുണ്ടാവും. ഞാൻ പോയി അതൊക്കെ പറക്കി എടുത്തു കൊണ്ടുവരും, എന്നിട്ട് കവറിലാക്കി സൂക്ഷിക്കും. എന്നിട്ട് ഇതിനെ ആര് സംരക്ഷിക്കും എന്ന് ഉറപ്പ് തരുന്ന അവിടെ ഫ്രീ ആയിട്ട് നട്ടുകൊടുക്കും. നിങ്ങൾ ഇതിനെ സംരക്ഷിക്കണം. നമ്മുടെ ഈ പരിസ്ഥിതി ദിനത്തിന് നമ്മളെല്ലാവരും ഒരു തൈ നടുക എന്ന് പറഞ്ഞാൽ ആചരിക്കുന്നുണ്ട്. അന്ന് മാത്രം എത്രയോ വർഷങ്ങളായിട്ട് ഈ ആചാരം കൊണ്ടു നടക്കണോ? എന്നിട്ട് ഇവിടെ തൈ ഉണ്ടോ? ഇല്ല. നമ്മൾ ഇത് പഠിപ്പിക്കുന്നുണ്ടോ? നട്ട തൈനെ സംരക്ഷിക്കാൻ പഠിപ്പിക്കുന്നില്ല. നടുക എന്നുള്ളത് മാത്രമേ കുട്ടികൾക്ക് ആർക്കെങ്കിലും അറിയുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഈ പ്രാവശ്യം പല സ്കൂളുകളിലും ഇതിൻ്റെ ഉദ്ഘാടനത്തിന് പോയായിരുന്നു. ഞാൻ അവിടെ പറഞ്ഞത്, കഴിഞ്ഞ വർഷം നട്ട തൈ എവിടെ വരെ വളർന്നു അതിനെ പോയി സലാം അടിച്ചിട്ട് വേണം അടുത്തത് നടാൻ. ഇന്നലെ നട്ടത് എവിടെ? ഇല്ലെങ്കിൽ കാര്യമില്ല, ഒരു കാര്യമില്ല. വെക്കാൻ നേരത്ത് വലിയ ആർഭാടമാണ്, പക്ഷെ അത് പിന്നെ ഉണ്ടായില്ല, അന്വേഷിക്കുന്നില്ല. അപ്പൊ നമ്മള് പുതിയത് വെക്കുന്നതിലല്ല, സംരക്ഷിക്കുന്നതിലാണ്. അത് സംരക്ഷിക്കണം എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ ആര് വെച്ചതാണെങ്കിലും നമ്മൾ അതിനെ സംരക്ഷിക്കും. കാരണം ഇപ്പോൾ ഈ നിൽക്കുന്ന ഇത് കപ്പൽ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ട്രീയാണ്. ഈ നിൽക്കുന്ന മരത്തിന്റെ ഫ്രൂട്ട് വേണമെങ്കിൽ ഇത് ഇവരെടുക്കായിരിക്കും, അല്ലെങ്കിൽ അവൻ താഴെ കൊഴിച്ചിടായിരിക്കാം. പക്ഷെ അവൻ കൊടുക്കുന്ന പ്രാണവായു ജാതിയോ മതമോ ഉടമസ്ഥാവകാശമോ ഒന്നല്ലാതെ ആള് എല്ലാവർക്കും പ്രാണവായു കൊടുക്കുന്നില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ സലോട്ട് അടിക്കുന്നത്, അല്ലേ? ഞാൻ വളർത്തിയില്ലെങ്കിൽ പോലും എനിക്ക് പ്രാണവായു തന്നു. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നട്ട് ഇങ്ങനെ പോവാണ്. കേരളമൊട്ടാകെ, കേരളത്തിന് പുറത്ത്, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും ബോംബെ, ഡൽഹിയിൽ നിന്നും സകല സ്ഥലത്തുനിന്നും നമുക്ക് ഇതുണ്ട്. പക്ഷെ ഒരു ഉറപ്പ് തരണം, ഇതിനെ സംരക്ഷിക്കുന്നുള്ള ഉറപ്പ് ആര് തരുന്നോ അവിടെ നടുള്ളൂ. അത് ഉറപ്പായിട്ടും വേണ്ടതാണ്. നിങ്ങൾ എന്നെ വിളിച്ചോളൂ, എനിക്ക് ഇവിടെ വേണം 100 എണ്ണോ എത്ര വേണമെങ്കിലും ചെയ്തു തരാം. പക്ഷെ അതിനെ സംരക്ഷിക്കണം, അതിൻ്റെ റെക്കോർഡ് ഉണ്ടാവും, വിളിച്ച് ചോദിക്കും, ആരാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്, അതുണ്ടെങ്കിൽ തരും. അതാണ് നമ്മുടെ സഞ്ചാരം. അപ്പം ഞാൻ യാദൃശികമായിട്ട് നമ്മൾ ഈ ഇതൊന്ന് കാണിച്ചേ, ഈ ഫിലിപ്പ് ടെറക്കോളം ഫാക്ടറിയിൽ നമ്മൾ കഷ്ണം ടെറക്കോളം വാങ്ങാൻ വന്നതാണ്. അവിടെ വെച്ച് വളരെ യാദൃശികമായിട്ട് കണ്ടതാണ്. അപ്പൊ ഇദ്ദേഹം തന്നെ നമ്മുടെ അടുത്തോട്ട് വന്ന് നമ്മളെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ ഈ പ്രകൃതി ശാസ്ത്രം പഠിക്കുമ്പോൾ അതിലൊരു കാര്യം നമുക്ക് ബോധ്യം എന്ന് പറയും, ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഒരു കാര്യം തേടുന്നതെങ്കിൽ പ്രകൃതി നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. തീർച്ചയായിട്ടും കൊണ്ടുവരും. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതിനുള്ള ആളുകളെ പ്രകൃതി നമുക്ക് കൊണ്ടുവരും. അത് ഞങ്ങളുടെ പ്രകൃതിയുടെ ആദ്യത്തെ ഭാഗമാണ് നമ്മളെ കാലയിൽ ചെരുപ്പെടുത്ത് കളഞ്ഞു. കാരണം ഭൂമിയെ ചവിട്ടി നിൽക്കുമ്പോ കിട്ടുന്ന ഒരു അനുഭവമുണ്ട്. അതിനൊരു കാര്യം ചെയ്യണം. അന്നത്തെ ഭൂമി ജൈവ ഭൂമിയാണ്. എങ്ങോട്ടാ പോണമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അന്നത്തെ ഭൂമി ഇപ്പോ ഞാൻ ചുരുക്കൊരു കാര്യം കാണിച്ചു തരാം. എൻ്റെ സ്റ്റാഫാണ് ഇന്നലെ ചെരുപ്പിടാതെ നടന്നതാണ്. എങ്ങനെയുണ്ട്? എന്താ കാരണം? നമ്മുടെ ജീവനുള്ള മണ്ണിൽ കൈത്തൊടുകയോ ചവിട്ടുകയോ ചെയ്യുമ്പോൾ അത് ജീവനുള്ള മണ്ണാവണം, അല്ലെങ്കിൽ ഇത് സംഭവിക്കും. ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നെ ആശുപത്രി കൊണ്ടുപോയിട്ട് ഇത് മാറുന്ന വരെ തൽക്കാലം നീ പണിക്ക് വരണ്ടെന്നല്ല, സേഫ്റ്റി ഷൂ ഇടുക. കാരണം നമ്മുടെ ഈ മണ്ണിലെ ഈ ഇന്ന് നിറഞ്ഞിരിക്കുന്ന വിഷാംശം, മറ്റുള്ള ഇതുകളും രാസവസ്തുക്കൾ കാരണം നമ്മുടെ സ്കിന്നിൽ അലർജി വരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ നമ്മളുടെ ശരിയായ ജൈവഭൂമിയിൽ നമുക്ക് ചെരുപ്പിടണ്ട, ഒന്നും ഇടണ്ട. അപ്പൊ അതാണ് നമ്മൾ ആദ്യം പരിപാലിക്കേണ്ടത്. അല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പക്ഷേ അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പോകാം. അതായത് നമുക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തെ ഒഴിവാക്കാനുള്ള കഴിവുണ്ട്, നമ്മളെ ബാധിക്കാതെ കൊണ്ടുപോകാനുള്ള. അത് ഈ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ തന്നെ തുടർച്ചയിൽ വരേണ്ടതാണ്. അപ്പോൾ ആ ഭാഗം നമ്മൾ തമ്മിലുള്ള ബന്ധം അവിടെയാണ് വരണത്. നമ്മൾ പ്രകൃതിയും പ്രപഞ്ചവും എല്ലാം കൂടി ലയിച്ച് ഒരുമിച്ച് നിൽക്കുന്നതാണ് ബോധം. ഇതെല്ലാം കൂടി സംഗമിച്ച് വരുമ്പോഴാണ് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ഈ സംഗമിക്കാതെ വിഘടിക്കുമ്പോഴാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഇതെല്ലാം സംഘടിപ്പിച്ച് ഒരു മനുഷ്യ ശരീരമാണ് നമ്മുടെ പ്രകൃതി, ഇതിനകത്തുണ്ട് സർവ്വതും. ഈ പ്രപഞ്ചബോധത്തെ ഉണർത്തി പങ്കുവെക്കുന്നൊരു ഭാഗമാണ്. നിങ്ങളെപ്പോലെ തന്നെ നമ്മളും സൗജന്യമാണ്. സൗജന്യം എന്ന് പറയുന്നത് പ്രസക്തിയില്ല, നമ്മൾ ജീവിക്കുകയാണ്.
ജീവിക്കുന്ന സൗജന്യമല്ലേ? തീർച്ചയായിട്ടും. അതെ, അത് ആസ്വദിക്കുമ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ട്. ഇത് ആസ്വദിക്കാതെ പോകുമ്പോഴാണ് പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിപ്പോൾ തികച്ചും നൈമിഷികമായിട്ട് സംഭവിച്ചാൽ ഞങ്ങൾ ടീമായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരാം. എന്നിട്ട് അടുത്ത വീഡിയോ നിങ്ങളുടെ ഒരു ഫുള്ള്, കാരണം അകത്ത് വണ്ടിയിൽ ഒരാൾ ഇരിക്കണ്, അത് ചൂട് പിടിച്ചോണ്ടിരിക്കുക. അതെ അതെ, നിങ്ങൾക്കും അങ്ങോട്ട് വരാം. നമ്മൾ അവിടെ വീടുണ്ട്, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. ആ അതെ അതെ, അവിടെ വന്നിരിക്കാം നമുക്ക്. ഓക്കെ, ഞാനതില് അവിടെ ഒരു ഫാം ഉണ്ട്, ആ ഫാം വിസിറ്റ് ചെയ്യാനും അവിടുത്തെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ. ഏത് ഫാം? റിസോർട്ട് സിൽവർ സ്റ്റോമിന്റെ തൊട്ടിപ്പുറത്തൊരു ഫാമാണ്. സിൽവർ സ്റ്റോമിന്റെ തൊട്ടിപ്പുറത്ത് മനസ്സിലായി. നമ്മുടെ സുഹൃത്താണ്. അപ്പൊ അവിടെ നമ്മള് ഒരു അതെന്താണ് മറ്റേ ഹയാത്ത് അല്ല, ഒരു ഗൾഫിലെ ഒരാളാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തോ? നമ്മൾ അവിടെ ഇടക്ക് അങ്ങോട്ട് പോവാം. ഞാൻ വരാം. ഞാൻ പിന്നെ അവിടുത്തെ കൃഷി ഓഫീസറായിരിക്കുമ്പോ അവിടുത്തെ ഒരാളായിട്ട് സംസാരിക്കാനും നമ്മളിങ്ങനെ സഞ്ചാരമാണ് കൂടുതലും. ഓക്കെ, അപ്പൊ നിങ്ങളെ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്പർ അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നമ്പർ പറഞ്ഞു. എൻ്റെ നമ്പർ 9072277717. നിങ്ങൾ കുടുംബസമേതയാണ്, അതാണ് അതിന്റെ മോനും മോളും ഭാര്യയും, ഞങ്ങൾ 4 അപ്പൊ ശരി, അപ്പം നമ്മൾ കോണ്ടാക്ട് നമ്പർ ലിസ്റ്റിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇതില്ല, അതില്